കോഴിക്കോട് മാവൂരിൽ പെൺകുട്ടിയെ ഇടിച്ച് തിരിച്ചിരുത്തി സ്കൂട്ടർ ഓടിച്ച സംഭവത്തിൽ പിതാവിൽ നിന്നും പിഴ ഈടാക്കും. വിവരങ്ങളുമായി റിയാസ് KMR ചെയ്യുന്നുണ്ട്. റിയാസ്, അപകട മരണങ്ങൾ തുടർക്കഥയാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സാഹസികമായിട്ടുള്ള യാത്രകളും വർദ്ധിച്ചു വരുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഇന്നലെ മാവൂർ തെങ്ങിലക്കടവിലായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. പെൺകുട്ടിയെ സ്കൂട്ടറിന് പിറകിൽ തിരിച്ചിരുത്തി, അതായത് പെട്ടെന്ന് കാണുമ്പോൾ പെൺകുട്ടി തിരിഞ്ഞിരുന്ന് മൊബൈലിൽ കളിക്കുന്ന രീതിയിലാണ്. അങ്ങനെ ഒരാൾ വണ്ടി ഓടിക്കുകയാണ്. ആ സ്കൂട്ടർ ഓടിക്കുന്നയാളാണെങ്കിൽ കൃത്യമായി മറ്റു നിയമവും പാലിച്ചിട്ടില്ല. ഇത് നിയമവിരുദ്ധമായ രീതിയിലാണ്, ഒരു ഗതാഗത നിയമത്തിനൊക്കെ എതിരായ രീതിയിലാണ് ഈ ചെറിയ പെൺകുട്ടികളെ അടക്കം അല്ലെങ്കിൽ ആരായാലും മുതിർന്നവരായാലും തിരിഞ്ഞിരുന്ന് വണ്ടിയിൽ കയറുക, വണ്ടിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ ഇരിക്കുക എന്നുള്ള പറയുന്നത് നിയമവിരുദ്ധമായ കാര്യമാണ്, ഗതാഗത നിയമത്തിനെതിരാണ്. ആ രീതിയിൽ വണ്ടി ഓടിക്കുന്ന ആൾക്കും ഹെൽമെറ്റ് ഉണ്ടായിരുന്നില്ല, ഈ കുട്ടിക്കും ഹെൽമെറ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ വണ്ടി ഓടിച്ച സംഭവത്തിലാണ് ഇപ്പോൾ നിയമ നടപടിയുമായി മാവൂർ പോലീസ് രംഗത്ത് വന്നിരിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ പിതാവിൽ നിന്നും പിഴ ഈടാക്കാനാണ് പോലീസിന്റെ തീരുമാനം. അതിനായി പെൺകുട്ടിയുടെ പിതാവിനോട് ഇന്ന് ഉച്ച കഴിഞ്ഞ് അവിടെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഇവർക്ക് കൃത്യമായ രീതിയിലുള്ള നിയമബോധവൽക്കരണവും ഗതാഗത നിയമത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധവൽക്കരണവും നൽകുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഈ മാവൂർ തെങ്ങിലക്കടവിൽ നടന്ന ഈ സംഭവം മറ്റൊരു യാത്രക്കാരനാണ് ഇത് ദൃശ്യങ്ങൾ പകർത്തിയത്. ഈ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതോടുകൂടിയാണ് ഇതിൽ ഒരു നടപടിയുമായി പോലീസ് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. മാവൂരിലാണ് ആ പെൺകുട്ടിയെ തിരിച്ചിരുത്തി സ്കൂട്ടർ ഓടിച്ച സംഭവത്തിൽ പിതാവിൽ നിന്നും പിഴ ഈടാക്കുമെന്ന് പോലീസ് അറിയിച്ചിരിക്കുന്നത്. യാത്രക്കിടെ സ്കൂട്ടറിൽ തിരിഞ്ഞിരുന്ന പെൺകുട്ടി മൊബൈലിൽ കളിച്ചിരുന്നു. ആ ദൃശ്യങ്ങളൊന്ന് കണ്ടിട്ട് വരാം. ഹെൽമറ്റും ഉണ്ടായിരുന്നില്ല. മറ്റൊരു യാത്രക്കാരൻ പകർത്തിയ ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. തുടർന്നാണ് മാവൂർ പോലീസ് നിയമ നടപടികളൊക്കെ സ്വീകരിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും റിയാസ് KMR.